മമ്മി ഇത്രയും വർഷം നിന്ന് ഉണ്ടാക്കിയ റെപ്യൂട്ടേഷനോ നെയിമോ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ മമ്മിയുടെ ഹാർഡ് വർക്കും മമ്മി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അതിലോട്ട് ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് നെവർ ടാർണിഷ് യുവർ ഇമേജ് ഇൻ എനിവേ. ഒരു തരത്തിലെങ്കിലും ആ ഒരു കാര്യത്തിൽ ദീപ്തിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? കാരണം എത്ര ഒരു റെപ്യൂട്ടേഷൻ ആണ് പൊന്നമ്മ ബാബു എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന് ഈ നമ്മുടെ നാട്ടിലുള്ളത്. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരുടെയും ഫാമിലി മെമ്പർ ആണ് ചേച്ചി. അപ്പൊ അങ്ങനെയുള്ളൊരു ചേച്ചിയുടെ മകൾ വന്നിട്ട് ഒരു ഡയറക്ഷൻ ഇങ്ങനെ ചെയ്യുന്നു, അതും ഇംഗ്ലീഷിലുള്ള സംഭവം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പല രീതിയിലായിരിക്കും, പല ആംഗിളിൽ നിന്ന് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ നോക്കും അല്ലേ? എല്ലാവരും എന്തെങ്കിലും കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനും നോക്കും. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദീപ്തി എത്ര ടെൻഷനിലൂടെ ആയിരിക്കും ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു വേൾഡിലേക്ക്. അതല്ല രമ്യ, ലൈക്ക് ഞാൻ അതിനെ കാണുന്ന വേറൊരു തരത്തിൽ കൂടെയുണ്ട്. രമ്യ പറഞ്ഞൊരു പോയിന്റ് ഭയങ്കര ഇതാണ്. അത് കൂടാതെ തന്നെ എനിക്ക് ഒരു പേഴ്സണൽ, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിർബന്ധമുണ്ട്. അതായത് ഞാൻ ഒരു കാര്യം ചെയ്താൽ എനിക്ക് ഐ വോണ്ട് ട്രൈ ദ ബെസ്റ്റ്. ഇപ്പൊ ഞാനൊരു ഷോർട്ട് ഫിലിം ആയിട്ടല്ല ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു മിനി ഫിലിം പോലെ തന്നെ ടെക്നിക്കലായിട്ടും കാര്യങ്ങളും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം മമ്മിക്ക് ഇത് കൊടുക്കുമ്പം അഭിമാനം വേണം എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടും ഞാനും അങ്ങനെ ഒരു എന്നാ പറഞ്ഞ തട്ടിക്കൂട്ടി ചെയ്യാം അന്ന് ചിന്തിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം എടുത്ത് സ്റ്റഡീസ് ചെയ്ത് റെഡിയായി